നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. രാജലക്ഷ്മി അമ്മേ, സർവൈശ്വര്യ പൂജ തുടങ്ങണ്ടേ? തുടങ്ങാം. ഈ കാർത്തിക് എന്താ വരാത്തെ? അവൻ നന്ദിനിയും കൊണ്ടേ വരൂ. ആ വാ, ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. നന്ദിനി വന്നില്ലേ മോനെ? ഇല്ല മുത്തശ്ശി. ഇങ്ങോട്ടിരിക്കൂ, പൂജ തുടങ്ങാം. നശിപ്പിച്ചല്ലോ ആശ്രീകരം. നാശം പിടിച്ചവള് ഇതിനകത്ത് കേറിയത് എന്തിനാ? നിന്നെ ഉണ്ടല്ലോ ഇതിനകത്ത് നാട്ടിച്ച് പുറത്താക്കണം. സാവിത്രി, ഇനി അവളെ തുടരുത്. പൂജക്കുള്ള നിവേദ്യ പൈസ തട്ടിക്കളഞ്ഞത് ഇവളെ ഇന്ന് ഞാൻ. വേണ്ട, നിന്നോട് ഇതിനകത്ത് വരരുതെന്ന് പറഞ്ഞല്ലേ. ഇവിടെ വലിയൊരു പൂജ നടക്കുക. ഇവളാണെങ്കിൽ സ്വന്തം അമ്മ മരിച്ച പോലെയുള്ള പെണ്ണും. ഈ പെണ്ണ് മഹാ അഹങ്കാരിയാ. ഇവളെയൊക്കെ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചവരാ ഇതിന് മറുപടി പറയേണ്ടത്. ഞാൻ നിന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ നന്ദിനി? എന്നിട്ട് നീ എന്താ യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ പെരുമാറുന്നത്? ഇവരെ ആരെങ്കിലും ഒരു രണ്ടെണ്ണം പറയുന്നത് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. കാരണം എൻ്റെ അമ്മയെ. നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത്? അത് അമ്മ, ഞാൻ ഇവളോട് പറഞ്ഞത് ഇങ്ങോട്ടേക്ക് വരരുതെന്ന്. പറഞ്ഞിട്ടാണ് വന്നിരുന്നെങ്കിൽ അതിന്റെ പേരാണ് ധിക്കാരൊന്നും. ഈ പെണ്ണിനെ കണ്ടറിയാം ഇവള് ധിക്കാരിയാണെന്ന്. അടക്കോ ഒതുക്കോ ഇല്ലാത്ത ഈ പെണ്ണിനെ ഇങ്ങനെ ആക്കുന്നതേ ദേ ഇവളാ. ഇവര് തമ്മിലെ എന്തോ ഒരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? നിവേദ്യ പായസം തറയിൽ തെറിച്ചു വീണത് നിന്റെ അശ്രദ്ധ കൊണ്ടല്ലേ? ഇവളെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ നന്ദിനിയല്ലേ? ദേ, ഇനി നീ സംസാരിച്ചാൽ കൺട്രോൾ നഷ്ടപ്പെടുന്നത് എന്റെ ആയിരിക്കും. എന്നാലും ഇവള് കേറി വന്ന് ഈ പൂജയൊക്കെ അങ്ങ് മുടക്കിയല്ലോ. മഹാ കഷ്ടായിപ്പോയി. സർവൈശ്വര്യ പൂജ തുടങ്ങിയ പിന്നെ ഇതിനകത്ത് പ്രശ്നങ്ങളാണല്ലോ. എന്താ ഇത്? ഈ കുട്ടി എന്താ ഈ കാട്ടിയേ? അവൾക്കതിന്റെ ഗൗരവം മനസ്സിലായില്ല. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുത്തിട്ടില്ല. അതാ ഈ കുഴപ്പം. പോലെയുള്ള പെണ്ണ് പൂജക്കിടയ്ക്ക് വന്നതുകൊണ്ട് എന്തായാലും ഈ പൂജ ഇനി നടക്കില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.